100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും. 7 മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോണത് തന്നെ. അത് നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. പിന്നെ ഇന്നലെ ബെയിൽ റിജക്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 75(1) എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ കോണ്ടന്റ് അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് വീഡിയോയിൽ എക്സാക്ട്ലി ഏത് കോമന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടിയിലേക്ക് നമുക്ക് കടക്കാം. അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. നമ്മൾ ഏതാ അറിയില്ല, അത് നമ്മളിങ്ങനെ ആലോചിക്കാൻ ടെക്നോ പാർക്കിലെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അത്തരത്തിൽ പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയിപ്പോ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല, പിന്നൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒന്നും അവർ പിന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. ഒരു കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കിന്ന് ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പം രാഹുലിനെ പോയി മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കാം. ആ ഓർഡറിൽ കോടതിക്ക് ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ പരാമർശം നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കോടതി അത്ര ഗൗരവത്തോടുകൂടി എടുക്കുന്നുള്ളല്ലേ? ഈ പരാമർശം ഗൗരവമാണെന്നുള്ള കോടതി തന്നെ വിലയിരുത്തുന്നല്ലേ? അല്ല, ബഹുമാനപ്പെട്ട കോടതിനെ എതിർത്ത് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ. എന്താണ് വളരെ ഗൗരവമായ പരാമർശം, എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ. അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് രാത്രിയിലാണ് ചേർത്തത്. അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർഡ് റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് കണ്ടുപിടിക്കാം എന്നൊരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഇനിയും മുമ്പോട്ട് പോകാൻ അത്രേ ഉള്ളൂ. രാഹുലിന്റെ ഈ നിരാഹാര സമരം ആരോടുള്ള പ്രതിഷേധമാണ്? അത് എനിക്ക് തോന്നുന്നു ഈ വന്നൊരു ബെയിൽ റിജക്റ്റായി വന്നപ്പോൾ ഉണ്ടായ ഒരു വിഷമമുണ്ടല്ലോ. കാര്യം എന്താ വെച്ചാൽ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അങ്ങനെ എന്താ പറയുക, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്ത് ഇപ്പം ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പൊ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം.